ഇനി കണ്ണൂരിലേക്ക് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഇത്തവണ കണ്ണൂർ ജില്ലയിൽ മികച്ച നേട്ടമാണ് നേടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണത്തേക്കാൾ 50 സീറ്റുകളാണ് ലീഗ് ഇപ്രാവശ്യം നേടിയത്. കോർപ്പറേഷനിലെ മേയർ സ്ഥാന നിർണയത്തിലടക്കം ലീഗിന്റെ നിലപാട് നിർണായകമാകും. കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് നിർണയത്തിൽ കോൺഗ്രസിനെ വരച്ചവരയിൽ നിർത്തി വാരം ഡിവിഷൻ പിടിച്ചുവാങ്ങിയ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തങ്ങളുടെ പ്രസക്തി തെളിയിച്ചു. വിമത ഭീഷണി അടക്കം നേരിട്ട് വാരം പിടിച്ച ലീഗ് കഴിഞ്ഞ തവണത്തെക്കാൾ ഒരു സീറ്റ് ഇത്തവണ അധികം നേടുകയും ചെയ്തു. 18 സീറ്റ് അനുവദിച്ചതിൽ 15ഉം ജയിച്ച് ശക്തി തെളിയിച്ച മുസ്ലിം ലീഗ് ഗ്രാമപഞ്ചായത്തിലും നഗരസഭയിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും പ്രകടനം ആവർത്തിച്ചു. ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ സീറ്റ് കൂടിയില്ല എങ്കിലും ലീഗിന്റെ കക്ഷിനില 3 വർദ്ധിച്ചു. 8 നഗരസഭകളിൽ 6 വാർഡുകളിൽ കൂടുതൽ പിടിച്ച് 55ലേക്ക് ലീഗ് വളർന്നു. 71 ഗ്രാമപഞ്ചായത്തുകളിൽ ലീഗിന്റെ വളർച്ച 136 നിന്ന് 175ലേക്കാണ്. ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളുടെ കാര്യത്തിലും നേട്ടം ലീഗ് ആവർത്തിച്ചു. ശക്തി തെളിയിച്ച മുസ്ലിം ലീഗ് കോർപ്പറേഷൻ മേയർ പദവിയിലടക്കം അവകാശവാദം ഉന്നയിച്ചാൽ കോൺഗ്രസിന് അത് തലവേദനയാകും. കഴിഞ്ഞ തവണത്തെ പോലെ മുന്നണി ധാരണ അനിശ്ചിതമായി നീണ്ടുപോയ കോൺഗ്രസ് നടപടി ഇത്തവണ വില പോകാൻ ഇടയില്ല. ഇത്തവണത്തെ നേട്ടം ഒറ്റക്കെട്ടായി കൈവരിച്ചതാണെന്ന് പറയുമ്പോഴും മേയർ നിർണയത്തിലടക്കം നീക്കം എന്തെന്ന നേതൃത്വം തുറന്നു പറയുന്നില്ല. അല്ല, അത് സംബന്ധിച്ച് ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ പാർട്ടി പോലും ആ തലത്തിൽ ഇപ്പം ജയിച്ചു വന്നിട്ടല്ലേ ഉള്ളൂ. സത്യപ്രതിജ്ഞ 21-ാം തീയതിയാണ്. അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാൻ പിന്നെയും സമയമുണ്ട്. നമുക്ക് ആലോചിക്കാം. കോർപ്പറേഷനിൽ മാത്രമല്ല 8 ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണസാന്നിധ്യവും ലീഗ് ഇത്തവണ അവകാശപ്പെടുന്നുണ്ട്. മീഡിയ 1 കണ്ണൂർ.